ഐഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡൻ മേക്ക് ഓവറാണ് കേട്ടോ. മേക്ക് ഓവറല്ല, കുറേ ദിവസമായി അവിടെ നിന്ന് വൃത്തിയാക്കണം വിചാരിക്കും ഈ ഒരു ഏരിയ കേട്ടോ. അവിടെ എന്താ പറയുക, ഇങ്ങനെ ചെടികളിങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ ഒരു വൃത്തി തോന്നുന്നില്ല. അപ്പോൾ അവിടെ അങ്ങനെ കുറേ ആയി ഞാൻ വിചാരിക്കണം നന്നാക്കണം, മോനക്ക് ലീവുള്ള ദിവസം നന്നാക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു സൺഡേ അല്ല സാറ്റർഡേ, ഇന്നലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഞാനും ഓനും കൂട്ടിയിട്ട് ഇതൊക്കെ ഫുള്ള് നീറ്റ് ക്ലീൻ പുല്ലൊക്കെ പറിച്ച് റെഡിയാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം അതിലൊരു ചെടി എനിക്ക് കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടി വന്നു. ഈ പൊന്തി കിടക്കുന്ന ഒരു ചെടിയില്ലേ, ആ ചെടി ഭയങ്കര എന്താ പറയുക, ഒരു കാട് പോലെ ആയിട്ട് എൻ്റെ വേര്, ആലിൻ്റെ വേര് പോലെ അങ്ങോട്ട് ഇറങ്ങിക്കണം. ഓനക്ക് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ. അവിടെ നിന്ന് കുറച്ച് വീട് പണ്ട് ബാക്കി വന്നിട്ടുള്ള ഫോളോബിൾസും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ കുറച്ച് ഓടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുതന്നെ ഈ ചരൽക്കല്ലൊക്കെ ഞാൻ ഇങ്ങോട്ട് നീക്കിയിട്ടു. കാരണം ഇത് എന്താ പറയുക, കുറേ അങ്ങോട്ട് റോഡുമൊക്കെ ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. എനിക്ക് നമുക്ക് നിൽക്കാനേ കഴിയലില്ല. മോള് ഉള്ളതിനെ കൊണ്ട് ഓള് കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഓളെ നോക്കാൻ അങ്ങോട്ടോട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പം ഷാനുള്ളതിനെ കൊണ്ട് എനിക്കൊരു ഹെൽപ്പിനൊരാളുണ്ടല്ലോ, മോളെ ഉറക്കിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചെടിയാണ് കേട്ടോ ഭയങ്കര ഒരു ഇടങ്ങറാക്കുന്ന രീതിയിലായിപ്പോയി. അത് ആ ചട്ടിയിലല്ല, അതിൻ്റെ വേര് ഫുള്ള് പുറത്താണ്. ഈ ആലിൻ്റെയൊക്കെ വേര് പോലെ അതങ്ങോട്ട് ഇതായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അത് ഞാൻ കത്തിയിട്ടൊക്കെ അങ്ങോട്ട് ഇതാക്കി എടുത്തിക്കണം. അത് അവിടെ മാത്രമല്ല, അപ്പുറത്തേക്കും അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ അങ്ങോട്ട് പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇത് എനിക്കൊരാളില്ലാതെ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഒരാൾ ഹെൽപ്പിനുണ്ടായി കഴിഞ്ഞാൽ നമ്മളെന്താ വെച്ചാൽ കല്ലും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ കഴിയൂല. ഒരു വേദനയുള്ളതിനെ കൊണ്ട് ഈ കല്ലും കാര്യങ്ങളും ഞാൻ അങ്ങനെ എടുക്കാറില്ല. ചട്ടി വലിയ കനം ഉണ്ടാവില്ലല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തേക്കാൻ അല്ലാത്തൊരു പണി ഞാൻ എടുക്കലില്ല, അങ്ങനത്തെ പണികളൊന്നും. പിന്നെ ഈ ഒരു ചെടി കണ്ടോ, ഈ ചെടി മുന്നിൽ കാണുന്ന ഈ ചെടിക്ക് ഞാൻ ഒഴിവാക്കിയിട്ടോ. അപ്പം അങ്ങനെ കിടക്കുകയാണ് അവിടെ. അത് പിന്നെ നല്ല മൂർച്ചയുണ്ട് കേട്ടോ നമ്മളെ അരിയെ കത്തി. അതേറ്റിങ്ങനെ ഫുള്ള് കുത്തി വലിച്ചിട്ട് കിട്ടണില്ല, എങ്ങനെയൊക്കെ അത് എടുത്തെന്തായാലും. കത്തി മൂർച്ച ഉള്ളതുകൊണ്ട് കഴിച്ചില്ലായി. അത് മൂർച്ചയാക്കി കൊണ്ടുവന്ന് വെച്ചാൽ കത്തിയായിരുന്നു. ഏതായാലും ഈ ചെടി കരയ്ക്കാൻ വേണമെങ്കിൽ പറഞ്ഞോളിട്ട്, ഞാൻ വേണമെങ്കിൽ കട്ടിങ് അയച്ചുതരാം, വേരുള്ളതിന് അയച്ചുതരാം. വേണമെങ്കിൽ കൊറിയർ ചാർജ് മാത്രം തന്നാൽ മതി കേട്ടോ. ഞാൻ ഫുള്ള് ഒഴിവാക്കിയ ചെടി. ഒന്നാമത് വെക്കാൻ സ്ഥലമല്ല, അവിടെ അങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുകയാണ്. ഒന്നായിട്ട് ഇല പിടിച്ച് വന്നപ്പോൾ രസമുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഒരു കെട്ടുള്ളതിനെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോകുമ്പം അതൊക്കെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഹോളോബ്രിക്സിൻ്റെ കെട്ടുമല്ലേ, അപ്പം കുറച്ച് ഇതായിരിക്കും. അത് അവിടെ കെട്ടിയത് ഹോളോബ്രിക്സ് ചെറിയ ഇതിങ്ങനെ കെട്ടിയത്. അത് വേരിങ്ങോട്ട് പടർന്നിട്ട് ഏത് ചെടിയായാലും നമുക്കെന്താ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ വളർന്ന് നമ്മൾ ഒഴിവാക്കണമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കളയണത്. പിന്നെ ചെടി ഒഴിവാക്കാൻ എനിക്ക് വലിയൊരു ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. ചട്ടിയിൽ ചെറുതായിട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വെക്കാൻ സ്ഥലമല്ല. അപ്പോൾ എന്തായാലും ഞാനത് ഒഴിവാക്കി. ഒരു സമയം കട വെച്ച് നോക്കി, പിന്നെ എനിക്ക് തോന്നിയ കളയാൻ നല്ലതെന്ന്. അങ്ങനെ അത് അവിടെ നിന്ന് ഒഴിവാക്കി ഞാൻ. ഇനി എൻ്റെ ബാക്കി ഭാഗം കൂടി വേര് പിടിച്ചിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതും കൂടി വേണം ഒഴിവാക്കുക. ഈ ഒരു ചെടി ഉണ്ടോ, ഇതിവിടെ പിന്നെ വെച്ചിട്ട് ഇതാണ് ചെടി. ഇനി അതിൻ്റെ ബാക്കി ഇനിയും ഉണ്ട് അവിടെ പറിക്കാൻ വേണ്ടിയിട്ട്. ഓനക്ക് പിന്നെ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ല കേട്ടോ, അതാണ് ഓൻ അങ്ങനെ ഇതായി കളിക്കുന്നത്. ഞാൻ നിർബന്ധിക്കലും ഇല്ല. ചെറിയ കുട്ടിക്കാണുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഓനക്ക് അത്ര താല്പര്യമില്ല. അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉൾപ്പെടുത്തരുത്, അതേ അവിടെ സ്പീഡാക്കിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ബാക്കിയാണ് വേര്. പറഞ്ഞാൽ വേര് ഭയങ്കര വേരയിന്. നമ്മളൊരു സാധനം കാര്യമായിട്ട് കുഴിച്ചിടുകയാണ് ഇതേപോലെ ഉണ്ടാവില്ല. കണ്ടോ, അതൊക്കെ അതിൻ്റെ വേരാ. ഇതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായി മാറുമല്ലോ ലാസ്റ്റ്. വീടിനും തറക്കും കെട്ടിനും എല്ലാത്തിനും ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ വൻമരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വലിയ മരമാവും അത്. തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ തൊടി കുറേ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അത്രത്തോളം തൊടിയൊന്നും ഇല്ല അവിടെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഒഴിവാക്കി തന്നെയല്ലേ നല്ലത്. എന്നിട്ട് ഞാൻ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അത് അവിടെ വേറൊരു ചെടിയായിട്ട് അവിടെ ഉണ്ടാവുക ചെയ്ത്. അതും ഇതേപോലെ ഞാൻ ഉണ്ടായി വരുമോ അറിയില്ല, വേര് എൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പിടിച്ച് വലിച്ചിട്ടൊന്നും കിട്ടുന്നില്ല കേട്ടോ. അത് പിന്നെ ഇറക്കട്ടെ. ഏതായാലും കുറേ സമയം എടുത്തിട്ട് നന്നാക്കി കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുത്തിട്ടാണ് ക്ലീനാക്കി എടുത്തത്. അപ്പോൾ അത് ഞാനോട് പറഞ്ഞു, ഈ പോയി കുളിച്ചോ, കുട്ടി എണീറ്റാൽ ബുദ്ധിമുട്ടായിരിക്കും, നോക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പം മോനെ പറഞ്ഞയച്ച് കുളിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. കല്ലൊക്കെ ഓനെ കൊണ്ട് വെപ്പിച്ച് അവിടെ ആ ഒരു ഭാഗം ഞങ്ങൾ ഫുള്ളാക്കി പിന്നെ ഫിനിഷ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ആ ഒരു കെട്ട് അത് അന്ന് വീട് പണിൻ്റെ സമയത്ത് പണിക്കാരുണ്ടായപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് കെട്ടാൻ. അന്ന് ഹസ്ബൻഡ് അവിടെ നിന്നോട്ട് തൽക്കാലം അപ്പം അങ്ങനെ കെട്ടാൻ നിർത്തിയതാണ്. അത് അന്ന് തന്നെ ചെയ്ത് പോയിക്കുകയാണെങ്കിൽ അത് അവിടെ ഫിനിഷ് ആവുമായിരുന്നു. പക്ഷെ അന്നെന്തോ അതിനുള്ളൊരിത് ഉണ്ടായില്ല. നമുക്ക് വീട് പെട്ടെന്ന് കഴിച്ചിട്ട് കയറാമെന്നുള്ളൊരു ചിന്തയാണല്ലോ അപ്പം ഉണ്ടാവുക. പിന്നെ ഈ ഒരു പിന്നെ നമ്മുടെ നിത്യകല്യാണി ഉണ്ടല്ലോ, അത് റോഡിലേക്ക് തൂങ്ങി കിടക്കണ്ടായിരുന്നു. അതൊക്കെ അവിടെ കെട്ടി അങ്ങോട്ട് വലിച്ച് കെട്ടി വെച്ചു. ആ ഒരു ചെടിമക്ക് നമ്മുടെ യൂജീനിയൻ്റെ മേലേക്ക് കെട്ടി വെച്ചു. അവിടെ കളയാൻ തോന്നൂല ആ ഒരു പൂക്കളിടണമൊന്നും. പക്ഷേ ഇത് എനിക്ക് കളയല്ലാതെ വൃത്തി ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. പിന്നെ ഇവൻക്ക് ഈ ടൈപ്പ് പരിപാടികളൊന്നും ഇഷ്ടമില്ല കേട്ടോ. ഈ മണ്ണിലുള്ള പരിപാടികളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഈ മണ്ണ് ഞാൻ പറയുന്നോട് അതൊക്കെ മാറ്റം വരണം. മണ്ണ് കൈമലാവണതും കാൽമേൽ ചളിയാവണമെന്നും എനിക്ക് ഇഷ്ടമല്ല. ആ സ്ഥാനത്ത് മോളാണെങ്കിൽ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. മണ്ണ് ഇന്നെ പോലെ തന്നെ മണ്ണ് കളിക്കണം ഇതൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ഇവനക്കതൊന്നും അത്ര താല്പര്യമില്ല. പിന്നെ ഈ ഒരു ഇതിൻ്റെ പേരെന്താ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. അതവിടെ ഞാൻ പറിച്ച് മാറ്റാം കേട്ടോ. അത് നല്ല രസമാണ് കാണാൻ. ഞാൻ സെയിലിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആവശ്യക്കാരും വന്നില്ല. 1-2 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അവിടെ തന്നെ ഉണ്ട്. ഇതെന്തായാലും ഞാൻ അവിടുന്ന് പറിച്ച് കുഴിച്ചിടുകയാണ്. ഇപ്പോൾ എനിക്ക് കോംബോ നമ്മൾ ഓഫർ ഇട്ട സമയത്ത് ഇന്നലെ ഇട്ട ഓഫറിൽ ഒരാൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റു ചെടീൻ്റെ കൂടെ ഇതും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വീഡിയോ റെസൊല്യൂഷൻ തെറ്റിയിട്ടുണ്ട് കേട്ടോ. നേരെ മോനാണ് എടുത്തത്. അത് കുഴപ്പമില്ല, എന്നാലും അങ്ങനെ അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ ഒരു കിഴങ്ങ് നല്ല ഇത് ഭയങ്കര ഇതൊക്കെ സ്ട്രോങ് ആട്ടോ. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നത് ഇതൊന്നും ശരിക്കും നമ്മൾ മുറ്റത്ത് കുഴിച്ചിട്ട സാധനമല്ലാന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ തൊടിയിൽ കുഴിച്ചിട്ടുണ്ടാണോ സംശയം ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതൊന്നും മണ്ണിൽ വെക്കാനും പറ്റില്ല. മണ്ണിലിട്ട് നല്ല ഭംഗിയിൽ മണ്ണിൽ വെച്ചാൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനത്തെ സ്ഥലത്ത് കുഴിച്ചിട്ടാൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മൾ ഈ മുന്നിൽ മുറ്റത്ത് തന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാട് തന്നെയാണ്. അങ്ങനെ ഓനത് അവിടെ തന്നെ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിടാമെന്ന് പറഞ്ഞു. ആ ഒരു സമയത്ത് ഒരു പാഷൻ ഫ്രൂട്ടും കൂടെ വീണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് പാഷൻ ഫ്രൂട്ട് തന്നെ ഉള്ളൂ, ഇത് വീണിട്ടുണ്ട് ഒന്നറ്റ. അപ്പം കുറേ സമയത്ത് ശ്രമഫലമായിട്ട് അവിടെ കല്ലൊക്കെ വെച്ച് ആ ഒരു ഏരിയ ഞങ്ങൾ ക്ലോസ് ചെയ്ത് ആ ഒരു ഭാഗം. ഇനി അവിടെ ഒക്കെ ഒന്ന് അടിച്ചേരി ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം ഇവിടെ വീട്ടിൽ വൈഫൈ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് അപ്ലോഡ് ആവും വീഡിയോസൊക്കെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമായി കിട്ടി വൈഫൈ വെച്ചതിനെ കൊണ്ട്. നമ്മുടെ റോസൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റാം കേട്ടോ. റോസുകളൊന്നും ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റുകയാണ്. കാരണം ഈ ഒരു സൈഡ് ഒന്ന് ക്ലീനാക്കിയിട്ടിട്ട് കുറച്ച് വലിയ ചെടി വെക്കാമെന്ന് വെച്ചാൽ അവിടെ ചെറുതാകുമ്പം അവിടെ അങ്ങനെ കയറിയല്ലാതെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഈ റോസിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബാധിക്കാന്നല്ല തലയൊക്കെ അങ്ങനെ പൊട്ടുമായിരുന്നു. അപ്പോൾ കുറച്ച് വലുത് വെച്ച് കഴിഞ്ഞാൽ ആരും അങ്ങനെ കയറി ഇരിക്കില്ലല്ലോ. അതുകൊണ്ട് റോസൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് സിറ്റ് ഔട്ട് ഓപ്പൺ സിറ്റ് ഔട്ട് കേട്ടോ. 4 ഭാഗവും അല്ല 2 ഭാഗവും ഓപ്പണാണ് സിറ്റ് ഔട്ടിൻ്റെ. അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് ഏത് ഭാഗത്തു കൂടെ കയറിയിരിക്കുക. അപ്പോൾ നമ്മളവിടെ അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതൊക്കെ ചെക്കന് ഈ ഒരു ചെടി ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഞാൻ പറിച്ച് ഞാൻ കളിയും തോന്നിയപ്പോൾ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഓനല്ലെങ്കിലും പറയില്ല എന്താ നമ്മൾ കുറേ കുഴിച്ചിടും, കുറേ അവിടെ പറിച്ച് കളയും, പിന്നെയും കുഴിച്ചിടും, പിന്നെയും കളയുന്നതാണ് പറയാം കേട്ടോ. പക്ഷെ ഓൻ പറഞ്ഞത് ശരിയാണ്, ഒഴിവാക്കലൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഈ ഒരു ചെടി ഞാൻ അവിടെ വെട്ടിയിട്ടോ. അത് കിഴങ്ങാണ്, അത് ഇനി ഉണ്ടായി വരും. അത് പറഞ്ഞ പോലെ എനിക്കൊരു ചെടി കൊടുക്കാനുണ്ട്, സെയിലിന് കൊടുക്കാനുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെടി ഞാൻ അവിടെ നിന്ന് വെട്ടി. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായില്ല കേട്ടോ. എങ്ങനെയെങ്കിലും പണി തീർത്തിട്ട് വേഗം കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ പണി കഴിച്ച് കയറി. പിന്നെ കുറച്ച് വിത്തൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു രീതിയിലാക്കി മാറ്റിയിട്ട് അവിടെ. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത ചെടിയിൽ ഏതെങ്കിലും വേണമെങ്കിൽ ചോദിക്കുക കേട്ടോ. മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ അയച്ചു തരുന്നുണ്ട്. നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, ഒരു 11 മിനിറ്റ് ഉണ്ട്, 10-11 മിനിറ്റ് ഉണ്ട്. സ്കിപ്പ് ചെയ്ത് കാണുന്നത് സ്കിപ്പ് ചെയ്തിട്ട് കണ്ടോളൂ. ഇത് പിന്നെ മോർണിംഗിൽ ഞാൻ എടുത്താണ്, രാത്രി ക്ലിയറില്ല തോന്നിയപ്പോൾ മോർണിംഗിലാണ് ബാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ചെമ്പരത്തിൻ്റെ ഇതിൽ പിന്നെ വിത്ത് വീണ് മുളച്ചുണ്ടായ മുളകാണ് കേട്ടോ അത്. അതിമേൽ എന്താ പറയുക, ഞാനത് ഇതായി കഴിഞ്ഞാൽ ഒഴിവാക്കാൻ ചിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴും അതിമേൽ എന്തുണ്ടാവും, മുളകുണ്ടാവും. പിന്നെ ഇത് നമ്മുടെ മഞ്ഞ ചെമ്പരത്തിയാണ്. അപ്പോൾ ഈ ഒരു രീതിക്കാട്ടോ അവിടെ ആയിട്ടുള്ളത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യ്, കാണാൻ രസമുണ്ടപ്പോൾ. നമ്മുടെ അടുത്ത് ചെറിയൊരു മീനിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ. അതിൽ താമര വെച്ചതായിരുന്നു, താമര ഉണ്ടായില്ല, പക്ഷേ മീൻ നല്ലോണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടെ ആയിട്ടുള്ളത്. വീഡിയോ എത്രത്തോളം അതിൻ്റെ ഭംഗി മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഒരു മേക്ക് ഓവർ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറിയൊരു മേക്ക് ഓവർ ഞാൻ നടത്തി അവിടെ.
ഈ പൂവുള്ള ചെടികളൊക്കെ ഇങ്ങോട്ട് വെച്ചു, അപ്പുറത്ത് ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. കാണുമ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ കേട്ടോ. പക്ഷേ അടുക്കളത്തെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇതിനൊന്നും ഒരു നേരം കിട്ടൂല. അപ്പോൾ പിന്നെ ഇന്നലെ പിന്നെ കുറച്ച് മോനും കൂടെ ഉള്ളതിനെ കൊണ്ട് മോളെ വേഗം ഉറക്കി ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഇറങ്ങിയാണ് ചെയ്തത്. പിന്നെ അവനോട് ഞാൻ കുറച്ച് ഇപ്പോൾ പൊയ്ക്കാൻ പറഞ്ഞല്ലോ, പൊയ്ക്കാൻ പറഞ്ഞിട്ട് കുട്ടി ഇടന്നാലോ എന്ന് വെച്ചിട്ട് ഓൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട് അവനോട് വേഗം അകത്തേക്ക് കയറ്റി. കുളിച്ച് കയറുമ്പോൾ എന്തായാലും മഗ്‌രിബായിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടായി ചെടികളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നല്ല രസമുണ്ട് കാണാൻ. ഇനി പിന്നെ നോമ്പാകുമ്പോൾ നമുക്ക് വല്ലാണ്ട് പിന്നെ ഇടയിൽ പണിയെടുക്കാനും കഴിയില്ലല്ലോ. പിന്നെ ഇത് രാവിലെയായിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളില്ല നേരത്തെ കയറിയിരുന്ന അതിനെക്കൊണ്ട് അന്നേരമൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ രാവിലെ അതിന് ശേഷം ഞാൻ നനയ്ക്കാൻ ഇറങ്ങിയപ്പോഴാണ് ബാക്കിയുള്ള വീഡിയോ എടുത്തിട്ടുള്ളത്. നമ്മൾ 10 മണിയും 8 മണിയും തെച്ചിയും ഒന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. നല്ല രസമായിട്ടോ കാണാൻ. ഇതിനൊന്നും ഞാൻ ശരിക്കും DAP ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. റോസിന് ഇട്ടിട്ടുണ്ട്, ബാക്കിയൊന്നും DAP ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് തോന്നുന്നു DAP റോസിന് നല്ലതുണ്ട്. അപ്പം ബാക്കിയുള്ള DAP ഇട്ട് കൊടുക്കും, നല്ലോണം പൂവിടാൻ മതിയാവുമല്ലോ. മുമ്പത്തെ വീഡിയോ കണ്ടവർക്കറിയാം ഈ ഒരു സ്ഥലം എങ്ങനെയായിരുന്നു ഇവിടെ എന്നുള്ളത്. അവിടെ ഒരു നിറഞ്ഞെടുക്കുകയായിരുന്നു. അവിടെ എന്നോട് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചെടി ഇനി എവിടെ വെക്കുക, ഇനി സ്ഥലമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ റോബസ്റ്റാണ് കേട്ടോ ഇത്. എന്താണ് അത് മൂക്കാത്ത കുറച്ചായപ്പോൾ വെച്ചിട്ട്. ഇത് നമുക്ക് ചെറിയൊരു കൃഷിയും കൂടെ ഉണ്ട്. എനിക്ക് നമ്മളില്ലേ കൃഷിയുണ്ട്, വിത്ത് കുഴിച്ചിട്ടുള്ളത്. കുറച്ച് വെറൈറ്റി മുളകും ഒക്കെ ഉണ്ട്. ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ കാണിക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പിന്നെ വെട്ടിക്കളഞ്ഞ ചെടികളിൽ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ചെടി ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ആക്കുക. കൊറിയർ ചാർജ് തരികയാണെങ്കിൽ ഞാൻ കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഫ്രീ ആയിട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.